ഹായ് ഫ്രണ്ട്സ്, രാഗ സിമ്പിൾ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നെക്ക് ഡിസൈനാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു ക്യാൻവാസ് എടുത്ത് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. കഴുത്തകലം എടുക്കുന്നത് 3.5 ഇഞ്ചാണ്. ആ 3.5 ഇഞ്ച് നമുക്ക് മുകളിലും താഴത്തുമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി കഴുത്തിറക്കം വേണ്ടത് 6.5 ഇഞ്ചാണ്. 3/4 ഇഞ്ചിലും 6.5 ഇഞ്ചിലും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. രണ്ടിടത്തും ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു സ്ക്വയർ ഷേപ്പിലേക്ക് വരച്ചെടുക്കാം. ഇനിയൊരു ആം ഹോൾ കർവ് വെച്ച് ഇതൊന്ന് കർവായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. അതായത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു ആ അടിയിൽ വരുന്ന ആ കർവിൻ്റെ അവിടെ നിന്ന് ഒരു 3/4 ഇഞ്ച് അകലം എടുത്തിട്ട് താഴേക്കൊരു അതായത് പോലെ ഒന്ന് താഴേക്ക് കുറിപ്പിച്ച് വരച്ചു കൊടുക്കാം. ഈ ഷേപ്പിൽ വരച്ചെടുത്തു. ഇനി നമുക്ക് ഇറക്കം എടുക്കുന്നത് അവിടെ നിന്ന് ഇറക്കം എടുക്കുന്നത് 5 ഇഞ്ചാണ്. 5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1 ഇഞ്ച് എടുത്തിട്ട് എല്ലായിടും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം മുകളിലേക്ക്. കാരണം 1 ഇഞ്ച് വീതിയിലാണ് നമ്മൾ താഴേക്കൊരു മാർക്ക് കൊടുക്കുന്നത്. അതൊരു സ്കെയിൽ ഉപയോഗിച്ച് താഴേക്ക് വരച്ചെടുക്കാം. എന്നിട്ട് ആ ലാസ്റ്റ് മാർക്ക് ചെയ്ത 5 ഇഞ്ച് ഉണ്ടല്ലോ, അവിടെ നിന്നും താഴേക്ക് നമുക്കൊരു കോൺ പോലെ ഇങ്ങനെ വരച്ചെടുക്കാം. ഇനി ഇതാ ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ മുകളിൽ വരച്ച ആ കർവിലൊന്ന് 3/4 ഇഞ്ച് മതി, അത്രയും വീതിയിലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ മാർക്കിംഗ് എല്ലാം കൂടി നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വരച്ചു കൊടുക്കാം. താഴേക്ക് നമുക്ക് എക്സ്ട്രാ വേണ്ട, മുകളിൽ മാത്രം മതി. ഇനി ആ താഴേക്ക് വരച്ച് വെച്ചതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. ആ വരച്ച മാർക്കിലൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒന്ന് ക്യാൻവാസിൽ പിൻ ചെയ്തിട്ട് മാത്രം കട്ട് ചെയ്യുക. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തതും കട്ട് ചെയ്തെടുക്കണമല്ലോ. ഞാൻ ഇതുപോലെ മുകളിലൊന്ന് കുറച്ച് പീസ് ഇട്ടിട്ടാണ് കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി തയ്ക്കാൻ എളുപ്പമായിരിക്കും. ഇതുപോലെ ഉണ്ടോ ആ കോൺ കിട്ടുന്ന രീതിയിൽ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ മുകളിലെ പീസ് ഇരിക്കുന്നത് കാരണം കൊണ്ടിട്ട് അതിങ്ങനെ അകന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇനി അതൊരു തുണിയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തേച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേ അളവിൽ തന്നെ ഒരു 1/2 ഇഞ്ച് തുണി ഇട്ടിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആ കോർണറെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ആ 2 കോർണറും താഴേക്കുള്ള 3 കോർണറും 3 മൂലകളുണ്ടല്ലോ, നമുക്ക് ആ മൂലകളെല്ലാം കട്ട് ചെയ്താലേ കറക്റ്റായിട്ട് ഇത് മടക്കി അടിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ആ സൈഡ് ഉണ്ടല്ലോ, ആ ലാസ്റ്റ് എക്സ്ട്രാ നിൽക്കുന്ന തുണികൾ ഇതിലേക്ക് വെച്ചിട്ട് തയ്ക്കണമെങ്കിൽ തയ്ച്ചു കൊടുക്കാം. അതല്ല ഗ്ലൂ വെച്ച് ഒട്ടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിത് ഫ്രണ്ടിലേക്കാണ് അടിച്ചു മറിക്കുന്നത്. അത് കാരണം കൊണ്ട് ഫ്രണ്ടിൽ ആ ഒരു 2 തയ്യൽ എക്സ്ട്രാ വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അവിടെ ഗ്ലൂ വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഇത് കണ്ടോ, തുണിയുടെ നല്ല വശം താഴത്താണ് ഇരിക്കുന്നത്, ചീത്ത വശമാണ് മുകളിലിരിക്കുന്നത്. എല്ലാം നല്ല വശങ്ങളെല്ലാം താഴത്താണ് വന്നിരിക്കുന്നത്. അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. എല്ലാം താഴെയായിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് നല്ല വശം. കണ്ടോ, ഇങ്ങനെ വെച്ചു. ഇനി നമുക്ക് ഇതെല്ലാം കൂടി കറക്റ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം. സെൻറ്ററിൽ വെച്ച് പിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെൻറ്ററിൽ ഒന്ന് അടിച്ചു കൊടുക്കാം. ഒട്ടും തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ സെൻറ്ററിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കറക്റ്റ് ആ സൈഡിലേക്ക് വെച്ചിട്ട് നമ്മളുടെ ക്യാൻവാസിൻ്റെ തൊട്ടരികത്തു കൂടെ തന്നെ നമുക്കിതിങ്ങനെ അടിച്ചെടുക്കാം. ഈ കോർണറുകളിലെല്ലാം വരുമ്പോഴത്തേക്കും നമ്മളുടെ സൂചി ഇറക്കി വെച്ചിട്ട് ആ പെടലൊന്ന് പൊക്കി കൊടുത്തിട്ട് നമുക്ക് ആ കോർണറിലേക്ക് തയ്ച്ചെടുക്കാം. ഇനിയിപ്പോൾ കറക്റ്റ് ആ കോർണറിലേക്ക് അങ്ങനെ പൊക്കി തന്നെ നമുക്ക് ചെയ്താലേ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. കണ്ടോ, ഇതുപോലെയൊക്കെ തിരിച്ചു കൊടുത്തിട്ട് ചെയ്താലേ കറക്റ്റ് കോർണറെല്ലാം നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ വെറുതെ അടിച്ചു പോയാൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടില്ല. ഇത് സൂചി ഇറക്കി നമുക്കത് പൊക്കി കൊടുത്തിട്ട് ഉണ്ടോ അങ്ങനെ തന്നെ അടിച്ചെടുക്കണം.
ഏത് കോർണറുകളും നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്താലാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക. ഇതുപോലെ അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ക്യാൻവാസിൽ നിന്ന് എക്സ്ട്രാ നിൽക്കുന്ന തുണിയെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളുടെ തയ്യലിലൊന്നും മുട്ടാതെ വേണം ഈ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ആ കോർണർ വരുമ്പോൾ കുറച്ച് തുണി അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുക. അവിടെയും തയ്യലിലൊന്നും പറ്റരുത്, ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇനി ഈ തുണി നമുക്ക് ഫ്രണ്ടിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ആ കോർണറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ തുണി ഇതുപോലെ പുറത്തേക്ക് എടുക്കുക, എന്നിട്ട് നിവർത്തി വെക്കാം. ഫ്രണ്ടിലേക്ക് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ കറക്റ്റായിട്ട് നമുക്കൊന്ന് എടുത്തു വെക്കാം. ഇനി ഇതിൻ്റെ അരികത്ത് കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കോർണർ പോയിൻ്റൊക്കെ വരുമ്പോഴത്തേക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ശ്രദ്ധിക്കുക, അവിടെ നീഡിൽ ഇറക്കിയിട്ട് അത് തിരിച്ച് വെച്ച് ഇത് കറക്റ്റായിട്ട് തയ്ച്ചെടുക്കുക. ഇതിപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ലേസാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് നമ്മളുടെ ഇവിടെ അടുത്ത കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ മീറ്ററിന് 13 രൂപയാണ് റേറ്റ് വരുന്നത് നമ്മളുടെ സാധാ റീറ്റെയിൽ ഷോപ്പുകളിൽ. അതേസമയം നമ്മളിത് ഹോൾസെയിലായിട്ടൊക്കെ വാങ്ങുകയാണെങ്കിൽ, അധികം തയ്യലുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കിത് ഹോൾസെയിലായിട്ട് വാങ്ങുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചത് 270 രൂപയ്ക്കാണ്. ഒരു റോള് 40 മീറ്ററോളം ഉണ്ടായിരുന്നു. ഇത് ആ തുണിയുടെ അടിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആ അരികു മാത്രം കാണുന്ന രീതിയിലാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. ഇതുപോലെ അടിച്ചെടുത്തിട്ട് ആ കോർണറുകൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. ചേർത്ത് വെച്ചിട്ടടിക്കണം. ഒരുപാട് ഞാൻ പുറത്തേക്ക് കാണിച്ചിട്ടില്ല. പകുതിയോളം അകത്തും പകുതി പുറത്തുമായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അരികു മാത്രം അറ്റത്ത് വരുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ആ കോർണറിലേക്ക് കൊണ്ടുവന്ന് നേരത്തെ ചെയ്തതുപോലെ ആ കോർണറിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. എന്നിട്ട് ഇതൊന്ന് പൊക്കിയിട്ട് അതിൻ്റെ അടിയിലുള്ള കുറച്ച് ഭാഗം, ആ ജോയിനിങ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്കിത് കറക്റ്റായിട്ട് ഇങ്ങനെ വളക്കാനും തിരിക്കാനും ഒക്കെ പറ്റും. ഒരു അറ്റം കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അല്ലാതെ ഇങ്ങനെ നമ്മൾ നിവർത്തി എടുത്തൊക്കെ തയ്ച്ച് വരുമ്പോൾ അവിടെ ഒരു മടവും ചുളിവും ഒക്കെ ആയിട്ടിരിക്കും. ഇതങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് താഴേക്ക് എടുക്കാൻ പറ്റും. ഈ കോർണറിലും കൊണ്ടുവന്ന് നിർത്തുകയാണ്. അവിടെയും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചരിച്ചെടുക്കാനുള്ളതാണല്ലോ. അവിടെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് കോർണറാണല്ലോ. എല്ലാ കോർണറുകളിലും ഇതുപോലുള്ള ലേസുകൾ ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ഇതുപോലെ കോർണറുകളിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ വരുന്ന ചുളിവുകൾ ഒഴിവാക്കാൻ പറ്റും. കറക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് അങ്ങനെ കട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചങ്ങ് അടിച്ചെടുക്കാം.
അങ്ങനെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു നെക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കിലേക്ക് 2 ബട്ടൺസ് കൂടി വെച്ച് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്